ഹലോ, വെൽക്കം ടു ചിത്ത വീട്ടിൽ ലൈറ്റ്സ്. ഫ്രൈഡേ ആണ്. സൗദി അറേബ്യയിൽ ഫ്രൈഡേ ഒരു ഹോളിഡേ ആണ്. വെറുതെ വീട്ടിലിരുന്നപ്പോൾ നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങിയാലോ എന്നൊരു ഐഡിയ വന്നു. ആക്ച്വലി ഇത് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയൊരു സമയമല്ല. നട്ടുച്ച സമയത്ത് ആരെങ്കിലും പുറത്തിറങ്ങുമോ? അതും ഈ നട്ടപ്പുറ വെയിലത്ത്? നോർമലി ഉള്ളൊരു ചോദ്യമാണ്. അമ്മ ഞങ്ങളോടും ചോദിച്ചു അത്. പക്ഷെ നമ്മളത് കാര്യമാക്കിയില്ല. അമ്മയ്ക്ക് നമ്മുടെ വട്ടം അറിയാവുന്നത് കൊണ്ട് മറുപടി പറയേണ്ട ആവശ്യവും വന്നില്ല. കോർണിഷിൽ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു ഈവനിങ് എങ്ങനെയാണ് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് തീർത്തും വ്യത്യസ്തമായൊരു അനുഭവമാണ്. മോർണിംഗ് ലൈറ്റിൽ കോർണിഷ് എങ്ങനെയായിരിക്കും, അതിൻ്റെ ഭംഗി എത്രത്തോളം ഉണ്ടായിരിക്കും എന്നൊരു ക്യാമറയിൽ പകർത്താം, അത് നിങ്ങളുമായി പങ്കുവയ്ക്കാമെന്ന ഉദ്ദേശത്തോടെയാണ് ഞാനിപ്പോൾ മെയിൻലി പോകുന്നത്. ഒപ്പം അമ്മ ഡിസൈൻ ചെയ്തു തന്ന ഈ ഡ്രസ്സിൻ്റെയും എൻ്റെയും കുറച്ച് ഫോട്ടോസ്. ഇത് വൺ ഓഫ് ദി ടോപ്പ് ബിസിയസ്റ്റ് ആയിട്ടുള്ള ഒരു റോഡാണ്, കിങ് റോഡ്. സൗദി അറേബ്യയിൽ ഒരുപാട് തിരക്കേറിയ ഒരു റോഡാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ കാണാം, നമ്മൾ ഭയങ്കര സ്മൂത്ത് ഡ്രൈവിംഗ് ആണ്. ഇവിടെയെങ്ങും ആരുമില്ല. അത്രയധികം ചൂട് കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ തണുപ്പാണ്, നല്ല അന്തരീക്ഷമാണ്. പുറത്തേക്കൊക്കെ ഇറങ്ങാനും വൈബ് ചെയ്യാനും ഒക്കെ അടിപൊളി അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ചൂട് തുടങ്ങിയിട്ടുണ്ട്. ചൂടെന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായ ചൂടാണ്. നമുക്ക് ഒട്ടും ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നാട്ടിലും ഇപ്പോൾ അങ്ങനെ തന്നെയാണല്ലോ. ചൂട് സഹിക്കാൻ ഒട്ടും പറ്റാത്ത രീതിയിൽ നമ്മളെ കാലാവസ്ഥ അങ്ങനെയേ അങ്ങ് ഉപദ്രവിക്കുകയാണ്. നോമ്പൊക്കെ ആയതുകൊണ്ട് അധികം ആളുകളൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം. പറ്റുന്നത് പോലെ ഭംഗിയായിട്ട് കോർണിഷിനെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ ഒരു ശ്രമം, അത് മാത്രമേ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. പകൽ വെളിച്ചത്തിൽ കോർണിഷ് എങ്ങനെയാണെന്നും അതിൻ്റെ ഭംഗി എത്രയാണെന്നും ഒക്കെ നിങ്ങളൊന്ന് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളതുകൊണ്ടാണ് യാത്ര. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. അങ്ങനെ നമ്മൾ കോർണിഷിലെത്തിയിട്ടുണ്ട്. അധികം തിരക്കില്ല, എന്നാലും അങ്ങും ഇങ്ങുമൊക്കെ ആയിട്ട് കുറച്ചധികം വണ്ടികളുണ്ട്. ഉച്ചയ്ക്കൊക്കെ കോർണിഷിലേക്ക് എത്തുക, ഈ നോമ്പ് കാലത്ത് ഇവർ ഈ വെയിലിനെ ടോളറേറ്റ് ചെയ്യുക എന്നൊക്കെയുള്ളത് കുറച്ച് സാഹസമാണ്. അപ്പോൾ നമ്മളെപ്പോലെ കുറച്ച് വട്ടുള്ള ആളുകളൊക്കെ തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുക. സൗദി അറേബ്യയിലെ റെഡ് സീയുടെ അരികിലായി 30 കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്ന ഈ സ്ഥലം ഒരു തീരപ്രദേശമാണ്. ജിദ്ദയിലെ കോർണിഷ് ഒരു സഞ്ചാരിയുടെ മനസ്സിനെ ആകർഷിക്കാനുള്ള എല്ലാ പ്രത്യേകതകളും ഉൾക്കൊള്ളുന്ന ഒരു ഡെസ്റ്റിനേഷനാണ്. റെഡ് സീയുടെ അരികിലായിട്ടാണ് കോർണിഷ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു പെർഫെക്റ്റ് ബ്ലെൻഡ് ഓഫ് നാച്ചുറൽ ആൻഡ് മോഡേണിറ്റിയാണ്. കോർണിഷിൽ ത്രൂ ആയിട്ട് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെഗോള കവേർഡ് സീറ്റ്സും ഷെയ്ഡഡ് സീറ്റ്സും ഒക്കെ അവൈലബിൾ ആണ്. ദാറ്റ് മീൻസ് ഈ ചൂട് കുറയ്ക്കുക എന്നുള്ളതാണ് അവരുടെ മെയിൻ ഉദ്ദേശം. ഭയങ്കര ചൂടാണ്, ടോളറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും ഈസി അല്ല. എന്നാലും കുഴപ്പമില്ല. നിങ്ങൾ നോക്കുമ്പോൾ കാണാം, ഈ വെള്ളത്തിന് ഒരു പച്ച കലർന്ന നീല നിറമാണ്. അടുത്ത ഷോട്ട്സിലൊക്കെ നിങ്ങൾക്കത് കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാവും. കോർണിഷ് എക്സ്പ്ലോർ ചെയ്യാൻ നിങ്ങൾക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ടൈം കുറച്ചും കൂടി ഈവനിങ്ങിലാണ്. ഈവനിങ്ങിൽ കോർണിഷ് കാണാൻ ഭയങ്കര അടിപൊളിയാണ്. നൈറ്റ് ലൈറ്റ്സ് ഒക്കെ ഒഴിച്ചിട്ട് എന്താ പറയണ്ടേ, നമുക്ക് അന്നേരം കിട്ടുന്ന ഒരു ആംബിയൻസ് ഭയങ്കര സൂപ്പറാണ്. അത് ഭയങ്കര റിലാക്സിങ് ആണ്. ആക്ച്വലി ഇത്രയും തിരക്കുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ മൈൻഡിനെ ഭയങ്കരമായിട്ട് റിലാക്സ് ചെയ്യാനുള്ളൊരു കഴിവ് കടലിനുണ്ട്. ഞാനിപ്പോൾ ഈ നട്ടുച്ചയ്ക്ക് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഈ വിഷ്വൽസൊക്കെ ക്ലിയർ ആയിട്ട്, അതായത് ഒരുപാട് ആളുകളുടെ തിരക്കുകളൊന്നും ഇല്ലാതെ അവരുടെ പ്രൈവസി ഒരുപാടൊന്നും നമ്മളെ ഇൻട്രപ്റ്റ് ചെയ്യാതെ നിങ്ങളെ കാണിക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഉച്ച സമയം തിരഞ്ഞെടുത്തത്. നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വരുമ്പം ഉറപ്പായിട്ടും ഒന്നുകിൽ അതിരാവിലെ വരിക, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സന്ധ്യ മയങ്ങിയ സമയത്ത് വരിക. ഇവിടുത്തെ സൺസെറ്റ് കാണാൻ വരുന്ന ആളുകൾക്ക് കിട്ടുന്ന ദൃശ്യവിസ്മയം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആകാശം മുഴുവൻ ഒരു ചുവപ്പ് ഓറഞ്ചും കളർ കൊണ്ട് ഫുള്ളി അങ്ങോട്ട് ബ്ലെൻഡഡ് ആവും. അത് ഈ കടലിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് കിട്ടുന്ന ഒരു മാസ്മരികതയുണ്ട്. അതൊരു എന്താ പറയേണ്ട, ഐസിനൊരു വിഷ്വൽ ട്രീറ്റാണ്. അത് ഞാൻ നിങ്ങൾക്ക് 100% ഗ്യാരണ്ടി തരുന്നൊരു സാധനമാണ്. അപ്പോൾ കോർണിഷ് എക്സ്പ്ലോർ ചെയ്യുന്നവർ ആ ഒരു ടൈം മിസ് ചെയ്യരുത് എന്നുള്ളതാണ്. ഇവിടെ ആക്ച്വലി എല്ലാവരും ഫിഷിംഗ് ഒക്കെ നന്നായിട്ട് ആസ്വദിക്കാറുണ്ട്. ചെറിയ കുട്ടികളും വലിയ ആളുകളുമായിട്ടുള്ള ഒരുപാട് പേര് ഫിഷിങ്ങിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നോക്കുമ്പോൾ കാണാം, പ്രൊഫഷണലായിട്ടുള്ള ആളുകളുടെ ഒരു രീതിയാണ് ഇവർ ഫോളോ ചെയ്യുന്നതെന്ന് തോന്നുന്നുണ്ട്. ചെറിയ ചെറിയ മീനിൻ്റെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് ചൂണ്ടയിലൊക്കെ കൊരുത്ത് അങ്ങ് ദൂരേക്ക്, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിലുമൊക്കെ ദൂരെ വരെ ഇവരുടെ കയ്യിലിരിക്കുന്ന ചൂണ്ടകൾ പോവും. അങ്ങനെയാണ് അവരത് ചെയ്യുന്നത്. എനിക്ക് കണ്ടു നിന്നപ്പോൾ കൊള്ളാമെന്ന് തോന്നി. ഇതിനു മുമ്പ് വൈകുന്നേരങ്ങളിൽ ഞാനത് കണ്ടിട്ടുണ്ട്. ഈ ഉച്ച സമയത്ത് ഞാനും ആദ്യമായിട്ടാണ് കോർണിഷിലേക്ക് വരുന്നത്. പക്ഷേ ഈ ഒരു വെയിലത്ത് ഇവർക്കിത് ഓക്കെയാണോ എനിക്കറിയില്ല. മീനൊന്നും കിട്ടുന്നത് കണ്ടില്ല. പക്ഷേ ഇത് കാണാൻ നല്ല രസമായതുകൊണ്ട് ഞാൻ കുറച്ച് നേരം അവരുടെ അടുക്ക ചുറ്റിപ്പറ്റി നിന്നു. ഇവിടെ ചിലയിടങ്ങളിലൊക്കെ മീൻപിടുത്തം നിരോധിച്ചിട്ടുണ്ട്. പിന്നെ മീൻ പിടിക്കാൻ വേണ്ടി സ്പെഷ്യലായിട്ട് ഇവർ കുറച്ച് സ്ഥലങ്ങൾ മെൻഷൻ ചെയ്യാറുമുണ്ട്. അതിലൊന്ന് നോർത്ത് കോർണിഷാണ്. അവിടെ കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ളൊരു ഏരിയ ആയതുകൊണ്ട് കുറച്ചുകൂടെയൊക്കെ കൂടുതൽ മീനുകളെ കിട്ടുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ സൗത്ത് കോർണിഷിലും പ്രത്യേകമുണ്ട്. പിന്നെ ഒബൂർ ക്രീക്കിലും ബ്രിഡ്ജസിലും ഒക്കെ ആയിട്ടാണ് പിന്നെയുള്ള സ്ഥലങ്ങൾ. നാട്ടിലെ പോലെ തന്നെ ഇവിടെയും നോമ്പ് സമയമായാൽ അധികം അവരും പുറത്തേക്കൊന്നും ഇറങ്ങാറില്ല. കൂടുതൽ ആളുകൾ ഉറങ്ങാവും പതിവ്. വെറുതെ ഈ ഫിഷിംഗ് ഒക്കെ കണ്ട് കുറേ സമയം അങ്ങനെ പോയി. ഫാമിലിയൊക്കെ വന്ന് അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നതായിട്ട് കാണാം. അവരൊക്കെ എന്ത് ഭംഗിയാണ് കാണുന്നത്. അതല്ലെങ്കിലും അങ്ങനെ തന്നെയല്ലേ. എൻ്റെ കണ്ണിലുള്ള ഭംഗിയല്ലല്ലോ നിങ്ങളുടെ കാഴ്ചയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ചിലപ്പോൾ ഈ സമയം അവർക്കൊക്കെ ആയിരിക്കും.
നോർമലി കോർണിഷിന് എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ അവരുടെ സീറ്റിങ്സ് ആണ്. ഓരോ സീറ്റുകൾക്കിടയിലും അവർ നിശ്ചിതമായ ഒരു അകലം പാലിക്കുന്നുണ്ട്. അതായത് ഓരോ ഫാമിലിയും അവരുടേതായ രീതിയിൽ ആ വൈബിനെ എൻജോയ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത് പോലെ. ഈ കാണുന്ന പോലെ അല്ലാതെ ഷീൽഡിംഗ് ഉള്ള ഒരുപാട് ബെഞ്ചുകൾ ഇവിടെയുണ്ട്. അങ്ങനെ തൽക്കാലം നമ്മൾ കോർണിഷിനോട് വിട പറയുകയാണ്. ഞാനിവിടേക്ക് വന്നത് കോർണിഷിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാനും അതുപോലെ തന്നെ എൻ്റെ കുറച്ച് ഫോട്ടോസ് എടുക്കാനും വേണ്ടിയിട്ടാണ്. എനിക്ക് മോർണിംഗ് വ്യൂവിൽ കോർണിഷ് കിട്ടണമെന്നും അമ്മ ഡിസൈൻ ചെയ്ത് തന്ന ഈ പുതിയ ഡ്രസ്സിൻ്റെ കുറച്ച് ഫോട്ടോസ് എടുക്കണമെന്നും ഉള്ള എൻ്റെ ആഗ്രഹങ്ങൾ ബ്ലെൻഡ് ചെയ്യിച്ച് എന്നെ ഇന്ന് ഇവിടേക്ക് കൊണ്ടുവന്നേട്ടന് താങ്ക്സ് ഉണ്ട്. പക്ഷേ എടുത്ത ഫോട്ടോയ്ക്ക് കുറ്റവും കുറവുകളൊക്കെ കണ്ടുപിടിച്ച് ഞാൻ ഓരോന്നൊക്കെ കുത്തി പറയുന്നുണ്ട്. അത് ശരിയായില്ല കേട്ടോ, ഇത് ശരിയായില്ല, അത് അങ്ങനെ ചെയ്തത് ഇഷ്ടപ്പെട്ടില്ല, ഇത്രയും ഫോട്ടോസ് എടുത്ത് തന്നിട്ടും നിനക്ക് ഇതുപോലെ കുറേ കുറ്റം മാത്രമേ എന്നെ പറയാനുള്ളൂ എന്ന രീതിയിലായിട്ട് എന്നെ നോക്കുന്നുണ്ട്. സാരമില്ല. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ജിത്ത വീഡിയോ ലൈറ്റ്സ്.